ഹലോ, ഇന്ന് നമുക്ക് ചുരിദാറിൻ്റെ ബാക്കിൽ ടക്കിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതെൻ്റെ ഫ്രണ്ട് പ്രിൻസിയുടെ ടോപ്പാണ്. ആള് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ടക്കിടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ചുരിദാറിൻ്റെ ബാക്ക് സൈഡിൻ്റെ സെൻറ്റർ നമ്മൾ കണക്കാക്കണം. സെൻറ്റർ കണക്കാക്കുക എന്ന് വെച്ചാൽ ഈ ചെസ്റ്റ് പോർഷൻ്റെ അതായത് നമ്മുടെ ആം ഹോള് വന്ന് നിൽക്കത്തില്ലേ, ചെസ്റ്റ് പോർഷൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ആം ഹോൾ വന്ന് നിൽക്കുന്ന ആ പോർഷൻസ് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സെൻറ്ററും ഈ സ്ലിറ്റ് വന്ന് നിൽക്കത്തില്ലേ, ആ രണ്ട് സ്ലിറ്റും കൂടെ അതിൻ്റെ വീതി നോക്കിയിട്ട് അതിൻ്റെ സെൻറ്ററും കണക്കാക്കിയാൽ നമുക്ക് ഈ ചുരിദാറിൻ്റെ ബാക്കിലെ സെൻറ്റർ കിട്ടും. അതിനുശേഷം കണ്ടില്ലേ, ഇതേപോലെ സെൻറ്റർ കണ്ടിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 9 ഇഞ്ച് താഴോട്ട് നമ്മളൊന്ന് അടയാളപ്പെടുത്തുക. രണ്ട് സൈഡും ലെഫ്റ്റും റൈറ്റും അടയാളപ്പെടുത്തുക. അതേപോലെ സ്ലിറ്റിൻ്റെ അവിടുന്ന് ഒരു 2 ഇഞ്ച് മുകളിലോട്ടും അടയാളപ്പെടുത്തുക. അതിനുശേഷം ഈ ചുരിദാറിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടില്ലേ, ആ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഒരു 4.5 ഇഞ്ച് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും കണ്ടില്ലേ, 4.5 ഇഞ്ച് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമ്മളൊന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ അടയാളപ്പെടുത്തിയ 2 പോയിൻറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത്, ഇപ്പോൾ ഞാൻ കാണിച്ചു വെക്കുന്നത് ഈ സെൻറ്ററിൽ നിന്ന് 10 ഇഞ്ചാണ് ആളുടെ വണ്ണം. അപ്പോൾ അതിൻ്റെ സെൻറ്റർ, അതേപോലെ ഈ സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷനിൽ ആ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് സ്ലിറ്റ് വരെയുള്ള ലെങ്ത് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ, ഈ സെൻറ്ററിലെ ഈ പോയിൻറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കണ്ടില്ലേ, 4.5 ഇഞ്ചും നീക്കി ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നീക്കി അത് തമ്മിൽ കണക്ട് ചെയ്യുക. ഈ വരച്ച ആ ഒരു വരയുടെ സെൻറ്റർ, ആ സെൻറ്ററിലാണ് നമ്മൾ കറക്റ്റ് ബാക്ക് സൈഡിൽ നമ്മൾ ടക്കിടുമ്പം ഷേപ്പ് കിട്ടുന്നത്. കണ്ടില്ലേ, ഈ 4.5 ഇഞ്ച് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ആ മുകളിൽ നിന്ന് 9 ഇഞ്ച് എടുത്തതും താഴെ നിന്ന് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലോട്ട് എടുത്തതും ഈ പോയിൻറ്റുകൾ തമ്മിൽ 4.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഇപ്പറേ 2 സൈഡ് ലെഫ്റ്റിലും റൈറ്റിലും ഇതിൻ്റെ സെൻറ്റർ എടുക്കുന്നു. ഇത് കണ്ട് ഇതൊരു 9.5 ഇഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു 9.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു 4.5 കഴിഞ്ഞിട്ട് ശകലം കൂടെ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് അത് നമ്മളിപ്പോൾ തയ്ക്കുന്നത് കണ്ടില്ലേ, ഇതേപോലെ ഇത് ലൈനിങ് ഉള്ള ടോപ്പാണ്. അപ്പോൾ ലൈനിങ് കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം നമ്മളിത് തയ്ക്കാൻ. നമുക്കിപ്പോൾ അതങ്ങനെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മുട്ട് സൂചി എന്തെങ്കിലും ഒന്ന് പിൻ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ലൈനിങ് ഇതിൻ്റെ കൂട്ടത്തിൽ നിൽക്കത്തില്ല. അല്ലെങ്കിൽ ലൈനിങ് അല്ല, ആ ചുരിദാറിൻ്റെ ക്ലോത്ത് ചിലപ്പോൾ ഇതിൻ്റെ കൂടെ നിന്നെന്ന് വരത്തില്ല. അപ്പം നമുക്കൊരു മുട്ട് സൂചി പോലും വെച്ചിട്ട് കുത്തി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ അത് പിടിച്ച് നോക്കണം, ലൈനിങ്ങിൻ്റെ കൂടെ തന്നെ ക്ലോത്തും കൂടെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ആ സെൻറ്റർ പോർഷനിൽ നിന്നൊരു 1/4 ഇഞ്ച് നമുക്കിങ്ങനെ തയ്ക്കണം. അപ്പം മുകളിൽ നിന്ന് തയ്ച്ചു കൊണ്ടുവന്ന് കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ താഴത്തെ ആ മാർക്ക് വരെ കൊണ്ടുവരിക. ഇങ്ങനെ ലെഫ്റ്റിലും റൈറ്റിലും ഒരു 2 സ്റ്റിച്ച് കൊണ്ടുപോവുക. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് നല്ല ഷേപ്പായിട്ടിരിക്കും. ഈ ചുരിദാറിൻ്റെ കുർത്തിയുടെയൊക്കെ ബാക്ക് സൈഡ് നല്ല ഷേപ്പായിട്ടിരിക്കും ഇതേപോലെ ടക്കിടുവാണെങ്കിൽ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇതേപോലെ 2 അടി അടിക്കുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് തയ്ച്ച് ഒന്ന് കെട്ടിട്ട് നിർത്തിയാൽ നല്ല വൃത്തിയായിട്ടിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ടക്കിടുന്നത്. ഇതേപോലെ നമുക്ക് കുർത്തീസിനും ഈവൻ നൈറ്റിക്ക് വരെ നമുക്ക് ഇതേപോലെ ടക്കിടാവുന്നതാണ്. കണ്ടില്ലേ, നമുക്കിപ്പം ഒരു ആവറേജ് വണ്ണമുള്ളവരാണ് നമ്മൾ ഈ 4.5 ഇഞ്ച് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും വണ്ണം കാണിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു 4 ഇഞ്ച് ഇട്ടാൽ മതി. തീരെ വണ്ണം ഇല്ലാത്തവർക്ക് 4 ഇഞ്ച് ഇട്ടാൽ മതി. കണ്ടില്ലേ, ഇതേപോലെ വരും. ഈ ചുരിദാർ ഇടുമ്പോൾ നല്ല ഷേപ്പിലിരിക്കും, നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് നല്ല ഷേപ്പിലിരിക്കും. ഈ